നിങ്ങളൊരു പവർ ബാങ്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡ്മിയുടെ ഏറ്റവും പുതുതായിട്ടുള്ള 20000 mAh ഒരു പവർ ബാങ്കും ഒപ്പം തന്നെ 20000 mAh മീ പവർ ബാങ്ക് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ചെയ്യുന്നത്. ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നോട്ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും സ്വൈപ്പ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓട്ടോ റിമൂവൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ ഇവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം റിമൂവ് ചെയ്യണമെന്നൊരു ഓപ്ഷനാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഒരു കോപ്പിയുടെ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ്റെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു അത് അവിടെ കോപ്പി ആവുകയും ഒപ്പം തന്നെ ഡയറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ വന്നത് അത് അവിടെ ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും കാണാറുള്ള പോലെ സെർച്ചിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത് അവിടെ അറിയാനും നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷനിലൊക്കെ എന്തെങ്കിലും ഇമേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇമേജ് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള ആപ്ലിക്കേഷൻ തൊട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശല്യമൊന്നുമില്ല. നമുക്ക് പരസ്യം കാണണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇവിടെ അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരസ്യം കാണാം. ഇത് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനാണ്. എനിക്കിതിൽ കുറച്ചും കൂടി പ്രയോജനമായിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ടിഫിക്കേഷൻ സേവ് ആവുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ സാധാരണ ഒരു നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആ നോട്ടിഫിക്കേഷൻ എല്ലാം സേവ് ആയി കിടക്കും. നമുക്കത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റെഡ്മി ബ്രാൻഡിങ്ങിൽ ഷവോമി പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതുതായിട്ടുള്ള ഒരു പവർ ബാങ്കാണ് 20000 mAh ഈ ഒരു പവർ ബാങ്ക്. ഇത് 10000 mAh ലഭ്യമാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 20000 mAh പവർ ബാങ്കാണ്. എങ്കിൽ മാത്രമേ ഇത് 20000 mAh ഒരു മീ പവർ ബാങ്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. റെഡ്മിയുടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് നോർമലായിട്ടുള്ള ഒരു USB കേബിളാണ് ചാർജ് ചെയ്യാനായിട്ട്. ഈ ഒരു പവർ ബാങ്കിൽ USB C ടൈപ്പ് കേബിളൊക്കെ സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ USB C ടൈപ്പ് കേബിളൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫോൺ USB C ടൈപ്പ് കേബിൾ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെയിം കേബിൾ തന്നെ ഉപയോഗിക്കാം. കേബിളിൻ്റെ ക്വാളിറ്റി മികച്ചത് തന്നെയാണ്. ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒപ്പം തന്നെ ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു യൂസർ മാനുവലാണ് ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ റെഡ്മിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ റെഡ്മിയുടെ ഒരു ലേബലിംഗ് കാണാൻ പറ്റും. സൈഡിലായിട്ടൊരു ബട്ടൺ കാണാം. അത് നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. അതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പവർ ഔട്ട്പുട്ട് വരുന്ന ഒരു വോൾട്ടും കാര്യങ്ങളും ഒപ്പം തന്നെ ഇൻപുട്ടിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ഇൻപുട്ട് പോർട്ടും ഡ്യുവൽ ഔട്ട്പുട്ട് പോർട്ടുമാണ് ഇതിൽ വരുന്നത്. നമുക്ക് USB C ടൈപ്പ് കേബിൾ വഴി നമുക്കിത് ചാർജ് ചെയ്യാം. ഒപ്പം തന്നെ നോർമൽ USB കേബിൾ വഴി നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും 18 വോട്ട്സ് ആണ് വരുന്നത്. സൈഡിൽ കാണുന്ന ഒരു ബട്ടണിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാറ്ററി പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓരോ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25% വെച്ചിട്ടുള്ള ഒരു ബാറ്ററി പെർസെൻറ്റേജ് ആണ്. ഇനി സൈഡിൽ കാണുന്ന ബട്ടണിൽ 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പവർ ബാങ്ക് ലോ പവർ മോഡിലേക്ക് പോകും. അങ്ങനെ ലോ പവർ മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഗാഡ്ജറ്റുകളായിട്ടുള്ള നെക്ക് ബാൻഡ്, സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് റിസീവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. 2 മണിക്കൂറത്തേക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ LED മാറി മാറി ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഈ ഒരു പവർ ബാങ്ക് ലോ പവർ മോഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മീ പവർ ബാങ്കിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിലായിട്ട് നമുക്കൊരു ബട്ടൺ കാണാം. നമ്മുടെ റെഡ്മിയിൽ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് സഹായിക്കുന്ന ഒരു ബട്ടണാണ്. ഫ്രണ്ടിലായിട്ട് മീയുടെ ലോഗോയും ബോട്ടം സൈഡിലായിട്ട് എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് തുടങ്ങിയ വോൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പവർ ബാങ്കും 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കാണ്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു കേബിൾ ഉപയോഗിച്ചിട്ടേ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. C ടൈപ്പ് കേബിളൊന്നും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഒരു പുതിയൊരു ഫോണാണ്, അതിൽ C ടൈപ്പ് കേബിളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഒരിക്കലും ചാർജ് ചെയ്യാൻ സാധിക്കില്ല. സിംഗിൾ ഇൻപുട്ട് പോർട്ടും ഡ്യുവൽ ഔട്ട്പുട്ട് പോർട്ടുമാണ് ഇതിൽ വരുന്നത്. 2 പവർ ബാങ്കിലും ഒരേ സമയത്ത് 2 ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡ്മിയുടെ പവർ ബാങ്ക് ആയാലും ഒരേ സമയത്ത് 2 ഡിവൈസ് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ മീ പവർ ബാങ്കിലും ഒരേ സമയത്ത് 2 ഡിവൈസ് ചാർജ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി പവർ ബാങ്ക് കുറച്ചും കൂടി ഹെവിയാണ്, കുറച്ചും കൂടി വലുതായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് വെയിറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ രണ്ടും 20000 mAh ഒരു പവർ ബാങ്കാണ്. പക്ഷേ മീ പവർ ബാങ്ക് വെയിറ്റ് കുറവാണ്, നമുക്കത് കുറച്ചും കൂടി സ്ലിമ്മുമാണ്. ഈ കമ്പയർ ടു റെഡ്മി പവർ ബാങ്ക്, മീ പവർ ബാങ്ക് കുറച്ചും കൂടി കനം കുറഞ്ഞതാണ്.
നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റെഡ്മിയുടെ പവർ ബാങ്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ആ ഒരു റെഡ്മിയുടെ ലേബലിംഗ് മാത്രമേ ഉള്ളൂ, ഗ്രിപ്പൊന്നുമില്ല. പക്ഷേ ഈ പവർ ബാങ്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ സ്ലിപ്പായി പോവുകയൊന്നുമില്ല. നല്ലോണം നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ, റെഡ്മിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ട് പവർ ബാങ്കിലെ ലോ പവർ മോഡിനെ പറ്റി പറയുകയാണെങ്കിൽ, റെഡ്മിയുടെ പവർ ബാങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. എല്ലാ ചെറിയ ഗാഡ്ജറ്റുകളും എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മീ പവർ ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ റിയൽമിയുടെ ഒരു നെക്ക് ബാൻഡൊക്കെ നമുക്കതിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ചാർജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ആവുകയാണ്. അങ്ങനെ ലോ പവർ മോഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ചില ഗാഡ്ജറ്റുകൾ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാനും കൊണ്ടു നടക്കാനും ഒക്കെ മീ പവർ ബാങ്കാണ് കുറച്ചും കൂടി കംഫോർട്ടബിൾ. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിയും ഡ്യുവൽ ഇൻപുട്ടും ഡ്യുവൽ ഔട്ട്പുട്ടും ഒപ്പം തന്നെ സി ടൈപ്പ് കേബിളിൻ്റെ സപ്പോർട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് റെഡ്മി പവർ ബാങ്കിലാണ്. രണ്ടിൻ്റെ എമൗണ്ട് വരുന്നത് 1499 രൂപ, സെയിം എമൗണ്ടാണ്. രണ്ടിനും 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെയിറ്റും തിക്നെസ്സും നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ റെഡ്മിയുടെ പവർ ബാങ്ക് എടുക്കാനായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ട് പവർ ബാങ്കിലും ഒരേ സമയത്ത് രണ്ട് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ പറ്റും. റെഡ്മിയുടെ 10,000 mAh ഒരു പവർ ബാങ്കാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് കുറവായിരിക്കും. 20,000 mAh ഇത്രയും തിക്നെസ് വരുന്നത്, ഇത്രയും വെയിറ്റും വരുന്നത് 20,000 mAh ഒരു പവർ ബാങ്കിനാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.